ചെറിയ കുട്ടികളുള്ള വീടുകളിൽ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ് മക്കൾ തലയിടിച്ചു വീഴുക എന്നുള്ളത്. ഈ സമയത്ത് എന്ത് ചെയ്യണം, എപ്പോഴും CT എടുക്കണോ, പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണോ, ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഡോക്ടർ പെബിത, കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. സാധാരണയായിട്ട് നമ്മുടെ വീടുകളിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ചെറിയ മക്കൾ തലയിടിച്ചു വീഴുക എന്നുള്ളത്. 6 മാസം കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ കമിഴ്ന്ന് കഴിയുമ്പോൾ ഈ പ്രശ്നം പലപ്പോഴും കാണാറുമുണ്ട്. എവിടെയെങ്കിലുമൊക്കെ കയറാൻ ശ്രമിക്കുമ്പോൾ കാല് തെറ്റി തലയിടിച്ചു വീഴാം. സ്റ്റെപ്പ് കയറി ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ആ സമയത്ത് തലയിടിച്ചു വീഴാം. പിന്നെ പലപ്പോഴും പേരൻസിൻ്റെ കയ്യിൽ നിന്നോ അതല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇവരുടെ ചേച്ചിമാരോ ചേട്ടന്മാരോ ഒക്കെ എടുത്ത് കയ്യിലെടുത്ത് വെക്കുമ്പോഴും അവരുടെ കയ്യിൽ നിന്ന് ചാടിപ്പോയി തലയിടിച്ചു വീഴുന്ന സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. പലപ്പോഴും സംഭവിക്കുന്നത് കുഞ്ഞിന് ചോറ് കൊടുക്കാനായിട്ട് മേശയുടെ പുറത്ത് ഇരുത്തിയ ശേഷം അമ്മ ഒന്ന് വെള്ളം എടുക്കാൻ പോയിട്ടുണ്ടാവും. അതല്ലെങ്കിൽ കട്ടിലിൻ്റെ അറ്റത്ത് കിടത്തി ഒന്ന് ഡയപ്പർ മാറ്റാനായി അലമാരി തുറക്കുമ്പോഴേക്കും കുഞ്ഞ് വീണ് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് എടുക്കുക എന്നുള്ളതാണ്. ഇതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് ചെറിയ മക്കളെ ഒരിക്കലും ഉയരമുള്ള സ്ഥലത്ത് തനിയെ കിടത്താതിരിക്കുക. പലപ്പോഴും ഉറക്കി കിടത്തും, എന്നാൽ അപ്പുറത്തും ഇപ്പുറത്തും 4 വശത്തും പില്ലോയൊക്കെ വെച്ച് സേഫ് ആണെന്നാണ് നമ്മൾ ധരിക്കുന്നത്. എന്നാൽ ഒരിക്കലും സേഫ് അല്ല. നമ്മുടെ കണ്ണൊന്ന് തെറ്റുമ്പോഴേക്കും ഈ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അനങ്ങി കട്ടിൽ നിന്ന് താഴെ വീഴും. അതുകൊണ്ട് ചെറിയ മക്കളെ ഉറക്കി കിടത്തുമ്പോൾ നിലത്തൊരു പായ വിരിച്ചോ അതല്ലെങ്കിൽ ചെറിയ മെത്ത വിരിച്ചോ കുഞ്ഞുങ്ങളെ കിടത്താൻ ശീലിപ്പിക്കാം. അതുപോലെ തന്നെ സൈക്കിൾ ഓടിക്കുന്നതൊക്കെ പ്രായമാണെങ്കിൽ ഈ സമയത്ത് ഒരു ഹെൽമറ്റ് വെച്ച് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്കേറ്റിംഗ് പോലെയുള്ള സ്പോർട്സിൽ പങ്കെടുക്കുന്നവരാണെങ്കിൽ ആ സമയത്തും തലയടിച്ച് വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ സമയത്തും ഒരു ഹെൽമറ്റ് വയ്ക്കാൻ നമുക്ക് മക്കളെ ശീലിപ്പിക്കാം. പിന്നെ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് പെട്ടെന്ന് ചെയ്യേണ്ടത്? തലയിടിച്ച് വീണിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ ഒന്ന് എടുത്ത ശേഷം മൂക്കിൽ നിന്നോ വായിൽ നിന്നോ ചെവിയിൽ നിന്നോ ഒക്കെ ചോര വരുന്നോ എന്ന് നോക്കുക. പലപ്പോഴും നാവൊക്കെ മുറിഞ്ഞിട്ടായിരിക്കും ഈ ചോര വരുന്നത്. അങ്ങനെയൊക്കെ ഉള്ളത് പെട്ടെന്ന് നിൽക്കുകയും ചെയ്യും. തലയുടെ ഏതെങ്കിലും ഒരു ഭാഗം മുഴച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഐസ് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവും. ഇതൊന്ന് പതിയെ അവിടെ അമർത്തി കൊടുക്കാം. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത സ്റ്റെപ്പിൽ പറഞ്ഞു തരാം. പിന്നെ കുഞ്ഞുങ്ങൾ നിലവിളിച്ച് വേദന എടുത്ത് കരയുകയാണെങ്കിൽ അവരുടെ തൂക്കത്തിനനുസരിച്ചിട്ടുള്ള പാരസെറ്റമോൾ കൊടുക്കാം. കുഞ്ഞുങ്ങളുടെ പാരസെറ്റമോൾ ഡോസ് എങ്ങനെ കണക്കാക്കാം എന്നുള്ളതിനെ പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് തീർച്ചയായും കണ്ടു നോക്കുകയും ചെയ്യണേ. അപ്പോൾ നമ്മൾ കുഞ്ഞിനെ കോരിയെടുത്തു, കുഴപ്പമൊന്നും തോന്നുന്നില്ല, പെട്ടെന്നുള്ള ഛർദിയോ അതല്ലെങ്കിൽ ബോധം പോവുകയോ ഇത്തരം കാര്യങ്ങളൊന്നും ഇല്ല എന്ന് ശ്രദ്ധയിൽപ്പെട്ടാൽ നമുക്കൊരു 24 മണിക്കൂർ കൃത്യമായിട്ട് കുഞ്ഞിനെ ഒന്ന് ഒബ്സർവ് ചെയ്യാം. രാത്രിയിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഓരോ മണിക്കൂർ കൂടുമ്പോൾ ഒരു അലാറം വെച്ച് അച്ഛനമ്മമാർ ടേൺ എടുത്ത് കുഞ്ഞിനെ ഒന്ന് നോക്കാം. ശ്വാസം കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ, സാധാരണ പോലെ സുഖമായിട്ട് കിടന്നുറങ്ങുകയാണോ, കുഞ്ഞിന് രാത്രിയിൽ ഉറക്കത്തിൽ എന്തെങ്കിലും അസ്വസ്ഥത വരുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധയിൽ വെക്കാം. ഇനി ഏതൊക്കെ അവസരങ്ങളിലാണ് നമ്മൾ വേഗം ഹോസ്പിറ്റലിലേക്ക് ഓടിപ്പോകേണ്ടത്? ഈ തലയിടിച്ച് വീഴുന്നതിൻ്റെ പ്രശ്നം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് തലച്ചോറിലേക്കുള്ള രക്തസ്രാവം ഉണ്ടാക്കാം. ഇത് പിന്നീടുള്ള ന്യൂറോളജിക്കൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഈ തലയിടിച്ച് വീഴലിനെ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ കണക്കാക്കേണ്ടത്. അപ്പോൾ കുട്ടികളാവുമ്പോൾ എന്തൊക്കെയാണ് അപകട ലക്ഷണങ്ങൾ? കുഞ്ഞ് വീണ ഉടനെ നിർത്താതെ കരയുന്നുണ്ട്, എന്നാൽ കുറച്ച് കഴിഞ്ഞ് ക്ഷീണിതനായിട്ട് കാണപ്പെടുന്നു, ഒരു സ്ഥലത്ത് പതുക്കെ ഇരിക്കുകയാണ്, കിടന്നുറങ്ങിപ്പോകുന്നു. ഇത് ഒരു അപകട ലക്ഷണമായിട്ട് കണക്കാക്കുക. പിന്നെയുള്ളത് നിർത്താതെയുള്ള ഛർദി. ഒരു തവണയോ മറ്റോ വീണ ഉടനെ ഛർദ്ദിക്കുന്നത് നോർമലായിട്ട് കണക്കാക്കാം. എന്നാൽ കുഞ്ഞ് വീണ്ടും വീണ്ടും ഛർദ്ദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ വേഗം ഒരു ഹോസ്പിറ്റലിൽ എത്താൻ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ അപകട സൂചനയായിട്ട് കണക്കാക്കേണ്ട ഒരു കാര്യം, കുഞ്ഞിൻ്റെ കാഴ്ച മങ്ങുന്നത് പോലെ കുട്ടി പറയുക, ദൂരോട്ട് നോക്കുമ്പോൾ 2 ആയിട്ട് കാണുന്നു എന്നൊക്കെ പറയുക, കണ്ണ് മേലോട്ട് മറിഞ്ഞു പോകുന്നത് പോലെ തോന്നുക. ഇതും ഒരു അപകട ലക്ഷണമാണ്. പിന്നെയുള്ളത് അപസ്മാരത്തിൻ്റെ ലക്ഷണങ്ങൾ കാണുക. കൈകാലുകൾ വളരെ സ്റ്റിഫായിട്ട് തോന്നുക, മലമൂത്ര വിസർജനം അറിയാതെ നടത്തുക, ഇതൊക്കെ അപകട സൂചനയായിട്ട് കണക്കാക്കണം. അതുപോലെ തന്നെ മൂക്കിൽ നിന്നോ ചെവിയിൽ നിന്നോ ബ്ലീഡിംഗ് ഉണ്ടാവുക. തലച്ചോറിനെ കവർ ചെയ്യുന്ന തലയോട്ടിയിലുള്ള എല്ലുകളിൽ എന്തെങ്കിലും ഫ്രാക്ചറുകൾ വന്നാലാണ് ഇത് സംഭവിക്കുക. അതുപോലെ തന്നെ മൂക്കിലൂടെയോ ചെവിയിലൂടെയോ വളരെ ക്ലിയർ ആയിട്ടുള്ള ദ്രാവകം ഒഴുകി വരിക. ഇത് CSF റൈനോറിയ എന്നും CSF ഓട്ടോറിയ എന്നും ഒക്കെ പറയുന്നു. അതായത് നമ്മുടെ തലച്ചോറിൻ്റെ ചുറ്റുമുള്ള ആവരണമായ മെനിഞ്ചസിൻ്റെ ഒക്കെ ഉള്ളിലുള്ള സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡാണ് ഈ വിധത്തിൽ പുറത്തേക്ക് വരുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതും ഒരു അപകട സൂചനയാണ്.
പിന്നെയുള്ളത് തലയിടിച്ചു വീണു, കുറച്ച് കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല, എന്നാൽ കുറച്ച് 2-3 ദിവസം കഴിഞ്ഞ് കുഞ്ഞിൻ്റെ സ്വഭാവത്തിൽ ഒരു വ്യത്യാസം കാണുക, പെട്ടെന്ന് ദേഷ്യം വരിക, പെരുമാറ്റ വൈകല്യങ്ങൾ തോന്നുക, ഇങ്ങനെയുണ്ടെങ്കിലും ഒരു ഡോക്ടറെ കാണാൻ ശ്രദ്ധിക്കുക. പിന്നെ നടക്കുമ്പോൾ ഒരു വശത്തേക്ക് ചെരിഞ്ഞു പോകുന്നു, തലകറക്കം പറയുന്നുണ്ട്, കൈകാലുകൾക്ക് തരിപ്പ് പറയുന്നു, ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങളും നമുക്കൊരു സ്കാനിങ്ങിന് വിധേയമാക്കണം എന്നുള്ളതിൻ്റെ അടയാളമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അപകട ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒട്ടും വൈകിക്കാതെ സ്കാനിങ് എടുക്കാനുള്ള സൗകര്യമുള്ള ഹോസ്പിറ്റലിലേക്ക് തന്നെ നിങ്ങൾ പോകാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പല പേരൻസും ചെയ്യുന്ന ഒരു കാര്യമാണ് കുഞ്ഞ് വീണ ഉടനെ എടുത്ത് കുഞ്ഞിനെ ഒന്ന് വല്ലാതെ ഷെയ്ക്ക് ചെയ്യും. ഇത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. നട്ടലിനോ മറ്റോ എന്തെങ്കിലും ഒരു അപകടമുണ്ടെങ്കിൽ നമ്മുടെ ഈ കുലുക്കൽ ഇതിൻ്റെ കാഠിന്യത്തെ വർദ്ധിപ്പിക്കും. അതുകൊണ്ട് ഒരിക്കലും കുഞ്ഞിനെ എടുത്തു കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കുടയാതിരിക്കുക. പിന്നെ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ തന്നെ കുഞ്ഞിന് പാല് കൊടുക്കാമോ എന്നുള്ളത്. നമ്മൾ കുട്ടിയെ ഒന്ന് ഒബ്സർവ് ചെയ്തു, വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല, ഛർദിലില്ല, കുഞ്ഞിന് ബോധക്ഷയമില്ല, ഞാൻ ഈ പറഞ്ഞ അപകട ലക്ഷണങ്ങളൊന്നുമില്ല, എന്നാൽ സാവധാനത്തിൽ ഒന്ന് കരച്ചിൽ നിർത്തിയ ശേഷം പാല് കൊടുക്കാം. അതല്ലെങ്കിൽ കരയുന്നതിൻ്റെ ഇടയിൽ ഒരിക്കലും പാല് കൊടുക്കാൻ മുതിരരുത്. അപ്പോൾ സാധാരണഗതിയിൽ അപകട ലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് തന്നെ വീട്ടിൽ നിന്ന് ഒരു 24 മണിക്കൂർ ഒബ്സർവ് ചെയ്യാം. വേദന കുറയാനായിട്ട് ഐസ് പാക്ക് വെച്ച് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ അളവിൽ പാരസെറ്റമോൾ കൊടുക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് കുഞ്ഞുങ്ങൾ തലയിടിച്ച് വീണാൽ ശ്രദ്ധിക്കേണ്ടത്. ചെറിയ കുഞ്ഞുങ്ങളുള്ള മാതാപിതാക്കൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്താൽ അവർക്ക് വലിയ ഉപകാരപ്രദമായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യണേ.